ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ പൊന്നിക്കുട്ടൻ. ഇതാ രാവിലെ ആയി എന്നും പറഞ്ഞ് ഇവിടെ വാതിലൊക്കെ തുറന്ന് കുറുക്കുറു ശബ്ദമൊക്കെ ഉണ്ടാക്കി അമ്മേനെ എണീപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നേരം കിടന്ന് ഉറങ്ങണമായിരുന്നു ഗൈസ്. സ്കൂളിലൊന്നും ഇപ്പോൾ പോകണ്ടല്ലോ, എന്നാലും എന്നെ സമ്മതിക്കണില്ല ഈ പെണ്ണുപിള്ള. വിളിച്ച് 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 എന്നെ ഇങ്ങനെ എണീപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് എണീക്കണമെന്നും പറഞ്ഞ് എന്നെ ഇത്ര നേരം കൂടി ഉറക്കിക്കൂടെ? പറ്റില്ല. ഇവരുടെ കാര്യങ്ങൾ വേഗം നടക്കാൻ വേണ്ടി എന്നെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നാലും ഞാൻ എൻ്റെ ഇടയിലൊന്ന് കൊഞ്ചി കൊഞ്ചി മയങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി എന്നെ പിന്നെ എണീപ്പിക്കാൻ നോക്കും. അവസാനം രക്ഷയില്ലാന്ന് കണ്ട പപ്പ വന്ന് ലൈറ്റ് ഓൺ ചെയ്തു ഗൈസ്. ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇതായിരുന്നു ഉറക്കച്ചടവും കൂടി അങ്ങോട്ട് പോയി കിട്ടി. എന്നിട്ടെന്താ സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞു എന്നോട്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലമൊക്കെ ഒന്ന് നിർത്തണമല്ലോ. അങ്ങനെ ഒരു കോട്ടുവായൊക്കെ ഇട്ട് കയ്യും കാലമൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരം കൂടി അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊഞ്ചിക്കാൻ തുടങ്ങി. എന്തായാലും കൊഞ്ചിച്ചാലേ ഒന്ന് തിരിച്ചു കൊടുത്തേക്കാം. എന്നപ്പോഴും അടുത്ത ആൾക്കും തിരിച്ചു കൊടുത്തേക്കാം. എണീക്കാൻ നമുക്ക്. ബായോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കുഞ്ഞിക്കുറ്റന്, ഗുഡ് മോർണിംഗ്. അപ്പേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ പപ്പയോട്. മോളിലോക്കട കുഞ്ഞ പപ്പി. ഗുഡ് മോർണിംഗ്. കുഞ്ഞീറ്റാ രക്ഷിക്കണേ, കവിതമ്മേ രക്ഷിക്കണേ, ഇജോയേ മാതാവേ ഞങ്ങളുടെ കാത്തോന്നേ. മനത്തങ്കിൾ ഗുഡ് മോർണിംഗ് പറയേ. മനത്തങ്കിൾ ഗുഡ് മോർണിംഗ്. മനത്തങ്കിൾ ചോത്ത് സൂര്യഭഗവാനേ ഞങ്ങളെ കാത്തോന്നേ, ഞങ്ങൾക്കൊരു നല്ല വെയില് തരണേ, പൂവാവൊന്നും വരത്തല്ലേ, നല്ല വെളിച്ചം ഹാപ്പിനെസ്സും തരണേ. പപ്പേ ഗുഡ് മോർണിംഗ്. പപ്പേ ഗുഡ് മോർണിംഗ്. നീ കളിക്കാൻ നമുക്ക് കുറച്ചു നേരം. നീ കുറച്ച് നേരം പൊന്നി കളിക്കും. അപ്പോഴേക്ക് അമ്മ പല്ലേക്കും പാപ്പുണ്ടാക്കും. സുന്ദരി ഗുഡ് മോർണിംഗ്. അങ്ങനെ വിളിച്ച് നേപ്പിച്ച് ഞാൻ ഇപ്പം പാപ്പം തരുന്ന പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം, തന്നെ കിടന്ന് കളിച്ചോ, എനിക്ക് കുളിക്കാൻ പോകണം, എനിക്ക് കഴിക്കാൻ പോകണം, എനിക്ക് പല്ലിക്കണം. ഗുഡ് മോർണിംഗ് പറയാം നമുക്ക്. ഗുഡ് മോർണിംഗ് പറയണ്ടേ. ഗുഡ് മോർണിംഗ് അമ്മൂമ്മി. ഗുഡ് മോർണിംഗ് അച്ചാച്ചാ. അച്ചാച്ച അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടായിരുന്നു. ഈ പപ്പയും അമ്മയും മാത്രമായി പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങും. പാപ്പം കഴിക്കണം, ഒരാൾക്ക് കുളിക്കണം, ഒരാൾക്ക് അപ്പം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ദേ എനിക്ക് പാപ്പം തരാതെ അമ്മ ഇരുന്ന് പൂരി വെട്ടി വീങ്ങുക. എന്നിട്ട് എന്നെ കൊണ്ട് കുളിപ്പിച്ചു, ഉടുപ്പിടിപ്പിച്ചു, എന്നിട്ട് എൻ്റെ കണ്ണെഴുതി പൊട്ടോട്ട് എനിക്ക് പാപ്പം തന്നു. അങ്ങനെയൊക്കെ തന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചേ, ഇപ്പം എന്നെ ഇവർ ടാറ്റ കൊണ്ടുപോകുമെന്ന്. എവിടെ? എന്നിട്ട് ഇപ്പം എന്താ നടക്കാൻ പോണേ? സ്ഥിരം ഇത് തന്നെ. ഞാൻ എന്നും പ്രതീക്ഷിച്ചിരിക്കും. കുറച്ച് ജോലിയുണ്ട്. ഞങ്ങൾ വാവ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ പപ്പയോട്. വാവാവോ വാവാവോ. എന്നിട്ട് എന്നെ ഡിസപ്പോയിന്റ് ചെയ്ത് ഇവരെന്നെ വാവ ഉറക്കും. ഇത് തന്നെ പരിപാടി. എന്നിട്ട് ഞാൻ വാവ ഉറങ്ങി എണീറ്റ് ഞാൻ മൂത്തൊഴിച്ചു ഗൈസ്. എടാ സുന്ദരി, എന്തോ എന്തോ പൊന്നിക്കുട്ടാ, കുഞ്ഞുണ്ണി, പൊന്നിക്കുട്ടാ, കുഞ്ഞുണ്ണി, ചക്കരക്കുട്ടാ, ചുണ്ടിരിക്കുട്ടാ. കളിച്ചിണ്ടേ നമുക്ക്? അതിൻ്റെത് പെട്ടെന്ന് ഇടിച്ചോമ്മ. കുറച്ചു നേരം കളിച്ചാൽ നമുക്ക് കിടന്ന് കളിച്ചാം. കളിച്ചോളൂ, പാലൊക്കെ കുച്ചല്ലോ, ഇനി കളിക്കാലോ, നല്ലോണം ഒങ്ങിയല്ലോ.
ശുണ്ടരി. പൊന്നിയുടെ കളിപ്പാട്ടങ്ങൾ എവിടെ? പൊന്നിയുടെ കളിപ്പാട്ടങ്ങൾ എവിടെ? ഡേ ഡേ. ആ പൊന്നിയുടെ ഫേവറേറ്റ് കളിപ്പാട്ടം. മൂത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇവരെനിക്ക് പാപ്പം തരും. എന്നിട്ട് എന്നോട് പറയും നീ പിന്നെയും കളിച്ചോളാൻ. ഇത് തന്നെ പരിപാടി. ആ കളിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകും. പാവം ഞാൻ കുറേ ജീവനില്ലാത്ത സാധനങ്ങളെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കളിക്കും. ഞാനെന്തിനാ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണേന്ന് വിചാരിക്കും. പക്ഷെ ഇവരെ പോലെ അല്ലല്ലോ, എനിക്ക് എണീറ്റ് ഓടാൻ പറ്റൂലല്ലോ, വേണ്ട സ്ഥലത്ത് പോകാൻ പറ്റൂലല്ലോ. അപ്പം എനിക്ക് ദേഷ്യം വരും. ഞാൻ പിന്നെയും മൂത്ത് വെച്ച് പ്രതിഷേധിക്കും. ഇത്തവണ ഞാൻ ഉടുപ്പിലൊക്കെ ആക്കി. അപ്പം എന്താ, ഇവരെല്ലാരും എൻ്റെ അടുത്ത് വരുമല്ലോ. വീഡിയോ എടുക്കാനോ നടന്നു വാ പപ്പേ. പൊന്നിക്കുട്ടനെ ഇട്ടുകൊണ്ട് നടക്കൂ പപ്പേ. പപ്പേ പപ്പേ. അതെന്തത് ഒരു ട്രാൻസിഷൻ. എന്റെ കവളത്ത് പിടിക്കുന്നു, താടി പിടിച്ച് വലിക്കുന്ന, മൂക്ക് പറിച്ചെടുക്കോ, കണ്ണ് ചൂഴ്ത്തെടുക്കോ, കവളത്തിട്ട് അടിക്കോ, മാന്തോ. എടി എടി മുത്തേ മുത്തേ. അയ്യാ ആരത്? ഓ അയ്യാ. അയ്യാ. കുറേ നേരം കളിപ്പിച്ച് എന്നെ പറ്റിച്ച് ഇവർ പിന്നെയും കിടത്തി ഉറക്കും. ഇത് തന്നെ ഇവരുടെ പരിപാടി. പാപ്പം തരാം, മൂത്തൊഴിപ്പിച്ച, അപ്പിതിപ്പിച്ച, കിടത്തി ഉറക്കുക. പാവം ഞാൻ പിന്നെ അങ്ങോട്ട് എന്ന് ഉറങ്ങി. കുഞ്ഞിക്കള്ള, കുഞ്ഞിക്കള്ള, എടാ കുഞ്ഞിക്കള്ള, ഒന്ന് നോക്കടൂ. കുഞ്ഞി പെണ്ണേ, എന്നിട്ടെന്താ എണീപ്പിച്ചു, പാപ്പം തന്നു, പിന്നെയും കളിക്കാൻ പറഞ്ഞു. ഈ ഈവനിങ് വാക്ക് അതെനിക്കൊരു മസ്റ്റാണ് ഗൈസ്. അതെനിക്ക് ഇവർ തന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ക്രാങ്കിയാവും. അപ്പം ഇവരെന്നെ കൊണ്ട് ഇന്നടത്തി ക്ഷീണിപ്പിച്ച് പിന്നെയും കിടത്തി ഓർക്കും. എന്നിട്ടെന്താ ഉറങ്ങിക്കിടക്കണേ എന്നെ ഒരു സമയമാകുമ്പോൾ വിളിച്ച് എണീപ്പിക്കും പിന്നെയും ഗൈസ്. എന്നാൽ ഉറങ്ങണ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കുമോ? അപ്പം രാത്രി ഉറങ്ങൂലെന്നും പറഞ്ഞ് പിന്നെ വിളിച്ചെണീപ്പിക്കും. വിളിച്ചെണീപ്പിച്ചിട്ടെന്താ എന്നെ പിന്നെയും പാപ്പൻ തരും. പാപ്പൻ തന്നിട്ട് എന്നെ പിന്നെയും കളിപ്പിക്കും. എന്നിട്ട് എന്നെ പിന്നെയും കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ് എൻ്റെ ഉടുപ്പൊക്കെ മാറ്റി പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് എന്നെ പിന്നെയും കിടത്തി ഓർക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അങ്ങനെ എൻ്റെ ഒരു ഡേ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
ഫോണ് വല്ലതും പട്ടം ചുട്ടടി നിന്റെ വള. എന്റെ വള കാണാൻ എന്തൊരു ഭംഗിയാ. ഗുഡ് നൈറ്റ്. പൊന്നി ഉറങ്ങാൻ പോണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സലാം സലാം സലാം. ഞാനൊന്ന് വലുതാവട്ടെ, എല്ലാവരും ശരിയാക്കി കൊടുക്കാം. ബൈ ബൈ.